അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബിരിയാണി ഫാൻസ് ആരൊക്കെ ഉണ്ട് താഴെ കമന്റ് ചെയ്യേ. ഞാൻ എങ്ങനെയാണെന്ന് അറിയോ, ഇറച്ചി നമ്മൾ വാങ്ങിയാല് വീട്ടില് അതിന്റെ കുറച്ചെടുത്തേക്കും, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കി തരും. അതാണ് എൻ്റെ ഒരു ബിരിയാണി പ്രാന്ത്. നിങ്ങൾ എനിക്ക് ദിവസം 3 നേരം ബിരിയാണി ഉണ്ടാക്കാം, 3 നേരമാണ് ഞാൻ കഴിക്കും. അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് ബിരിയാണി. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിന്റെ റെസിപ്പി അല്ല കേട്ടോ, ഇത് ഇവിടെ ഇക്കാടെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണതിന്റെ അളവ് എന്ന് പറയുന്നത് 1.5 കിലോന്റെ അളവിനുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വലിയ കഷ്ണം 2 ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 25 വെളുത്തുള്ളിയും, പിന്നെ പച്ചമുളക് ഒരു 10 എണ്ണം, പിന്നെ ചെറുള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും ഓരോന്നായിട്ട് ചതച്ചെടുക്കാം. സ്മോൾ സൈസ് ആയിട്ട് തക്കാളി ഞാനതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിന്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മീഡിയം സൈസുള്ള സവാള ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാം. അതിന്റെ ഇടയിൽ ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. അതിന് നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെക്കുക. ഞാൻ ഇവിടെ 1.5 കിലോ ബിരിയാണി ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ടി 2 കപ്പ് അരിയും 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതിലോട്ട് കുറച്ച് നാരങ്ങാനീരും അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ മതി, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അരി ഇടാം. നിങ്ങളിപ്പോ വിചാരിക്കുക എന്താ കൈകൊണ്ട് ഇടുന്നതാണ്, അത് ഉമ്മ ഇടുകയാണ് കൈകൊണ്ട്. ഉമ്മക്ക് അറിയാം ഒരു അളവൊക്കെ, അതുപോലെ ഇപ്പൊ ഉണ്ടാക്കണോണ്ട് ഉമ്മക്ക് ഒരു അളവിന് ഉമ്മ ഒരു കൈ കണക്കാണ്. അപ്പൊ അങ്ങനെ അരി അവിടെ വേവട്ടെ. അപ്പൊ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് പൊരിച്ചിട്ടാണല്ലോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേ. അപ്പൊ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 2.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ചായി പൊരിച്ചെടുക്കാം. ഇപ്പം കുറച്ചാണ് ഫസ്റ്റ് പൊരിക്കണത്, ഇനി നമുക്ക് കുറച്ചും കൂടി പൊരിക്കാണ്ട്. അപ്പൊ നമ്മൾ ചോറ് ഇതോടെ വന്നിട്ടുണ്ട്. ഒരു 80% വെന്താൽ മതി ചോറ്. ഇപ്പൊ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലുള്ള മസാലിന്റെ ബാക്കിയും കൂടി അരിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിച്ചപ്പും പൊതിന് ഓരോ പീടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് 5 മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ 2 പച്ചമുളകും കീറിയിട്ടിടുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഉപ്പിടണേ. ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ചേക്കാം. അപ്പം നമ്മളെ ഇറച്ചിക്ക് മസാല ആക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമ്മളെ സവാള, തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളക് ചതച്ചത്, പിന്നെ 2 നാരങ്ങ പിഴിഞ്ഞതും, മല്ലിച്ചപ്പും പൊതിനി അരിഞ്ഞതും. പിന്നെ നിങ്ങൾക്ക് ചോറിൽ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാം കേട്ടോ. അതായത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒന്നും കൂടി വേണം നമ്മളെ തൈര് ഒരു 1/2 കപ്പ് തൈര് വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഫ്രൈ ആക്കാൻ വെച്ച് ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. ഫുൾ ചിക്കൻ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത്, നമ്മൾ ചിക്കനൊക്കെയുള്ള മസാല ഉണ്ടാക്കുന്നത്. സവാള ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയാൽ പെട്ടെന്ന് വഴറ്റി കിട്ടോ. സവാള ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുള്ളിയും ചതച്ചത് ഫുള്ളായിട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ തക്കാളി നേരത്തെ അരിഞ്ഞ് വെച്ച് തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ചിട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ദം ഇടുമ്പോൾ ആവശ്യമുണ്ട്. അപ്പൊ അതിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തോളി. പിന്നെ ഒന്നുകൂടി നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളി. അപ്പം എല്ലാം പാടെ ഒന്ന് വഴണ്ടിട്ടുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നേരത്തെ ഒഴിച്ചത് ചോറ് ഈ ചിക്കന്റെ മേലെ കുറച്ചായിട്ട് ഇട്ടു. കുറച്ച് ചോറിട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ ലെയർ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് പിന്നെ അതിന്റെ മേലെ ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനയും പിന്നെ നെയ്യും അങ്ങനെ കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയർ ആയിട്ട് ചോറ് മല്ലിച്ചപ്പ് പുതിന നെയ്യ് അങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് കിട്ടിയതിന്റെ ലാസ്റ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് തീക്കാനിലിടുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം പാടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലോട്ട് കുറച്ചായി നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളെ ബിരിയാണി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് കഴിച്ചാൽ മതി. പണ്ട് ഞങ്ങൾ ചിക്കനൊക്കെ ആകുമ്പോഴേ വീട്ടില് ലെഗ് പീസിനൊക്കെ തല്ലിവിടേണ്ട ഒരു കാലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇതായപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിലൊക്കെ ഒരു വ്യത്യാസമൊന്നുമില്ലല്ലോ, ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ താഴെ ഫീഡ്ബാക്ക് അറിയിക്കല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഷെയറും ലൈക്കും കമന്റ് ഇടണേ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ചോറും സാലഡും അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ കേമായി കൂട്ടി നല്ലോണം കൂട്ടി കഴിച്ചാൽ എൻ്റെ മോനെ സ്വർഗ്ഗം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ബൈ.